ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 41. മുറ്റത്തേതോ ഒരു വണ്ടി ഇരച്ചുകൊണ്ട് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ഭദ്രൻ കണ്ണുകൾ തുറന്നു നോക്കിയത്. അവൻ്റെ മുറിയുടെ തുറന്നു കിടക്കുന്ന ജനലിലൂടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം അകത്തേക്ക് വന്ന് പതിക്കുന്നുണ്ടായിരുന്നു. പൊടുന്നനെ അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് ചുറ്റിനും നോക്കി. മുറിയിലാകമാനം ഇരുട്ട് വ്യാപിച്ചിട്ടുണ്ട്. ഒരു വിധത്തിൽ എഴുന്നേറ്റ് വെപ്രാളപ്പെട്ടുകൊണ്ട് ചുവരിലെ സ്വിച്ച് ബോർഡ് തപ്പി കണ്ടുപിടിച്ച് ലൈറ്റിട്ടു. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം പാതിരാത്രി 12 കഴിഞ്ഞിരുന്നു. അവന് ചെറിയ ഭീതി തോന്നി. വൈകിട്ട് വന്ന് കിട്ടലിൽ കിടന്നത് കരഞ്ഞു മാത്രം ഓർമ്മയുണ്ട്. പിന്നെ എപ്പോഴോ താൻ ഉറക്കത്തിലേക്ക് വീണുപോയിരുന്നു. ഈ പാതിരാത്രി ഇതാരായിരിക്കും വീട്ടിലേക്ക് വന്നിരിക്കുന്നേ? പെരുപെരുത്തുകൊണ്ട് മുറിയുടെ വെളിയിലേക്ക് ഇറങ്ങി. ഹാളിൽ തകർന്നു കിടന്ന സാധനങ്ങൾ കണ്ടപ്പോൾ എന്തുകൊണ്ടോ അവന് പെട്ടെന്ന് അമ്മയെ ഓർമ്മ വന്നു. ദേഷ്യത്തിൻ്റെ പുറത്ത് എന്തൊക്കെയോ പറഞ്ഞു. പാവം, കരഞ്ഞോണ്ട് അകത്തേക്ക് കയറിപ്പോയേ. സാരമില്ല, നാളെ ഒന്ന് സംസാരിക്കണം. അങ്ങനെ മനസ്സിൽ നനച്ചുകൊണ്ടാണ് അവൻ മെയിൻ ഡോറിൻ്റെ വാതിൽ തുറക്കാനായി പോയത്. പക്ഷെ പുറത്തുനിന്നും പൂട്ടിയിട്ടിരിക്കുന്ന വാതിൽ അവനിൽ സംശയം ജനിപ്പിച്ചു. എന്തിന്? ആര്? എന്നുള്ള കുറേ ചോദ്യങ്ങൾ അവൻ്റെ തലയ്ക്കുള്ളിൽ കൊണ്ട് മുരണ്ടുകൊണ്ട് നടന്നു. പൊടുന്നനെ എന്തോ ആലോചിച്ചെന്ന പോലെ ഭദ്രൻ ലക്ഷ്മിയുടെ മുറിയിലേക്ക് വേഗത്തിൽ പാഞ്ഞു. ഹാളിൽ നിന്നും ലക്ഷ്മിയുടെ മുറിയിലേക്ക് പോകുന്ന വഴിയിലെ വെള്ള ടൈൽസിന് മുകളിൽ പതിഞ്ഞു കിടക്കുന്ന ചുവന്ന കാൽപാദങ്ങൾ കണ്ടതും ഭദ്രന് ശരീരം വിറച്ചുപോയിരുന്നു. മെല്ലെ പേടിയോടെ അവൻ ആ ചോരയുടെ വാടയുള്ള കാൽപാദങ്ങളെ പിന്തുടർന്നു. പക്ഷേ മുറിക്കുള്ളിലെ ശൂന്യമായ അമ്മയുടെ കിടക്ക കണ്ട് ഒരു നിമിഷം അവൻ വാതിൽക്കൽ തന്നെ തറഞ്ഞു നിന്നുപോയി. അമ്മ ഇതെവിടെ പോയി? അപ്പോൾ പുറത്ത് വന്നതാരാണ്? വർദ്ധിച്ച ഹൃദയമിടിപ്പുമായി അവൻ അടുക്കളവാതിലിൽ കൂടി മുറ്റത്തേക്ക് ഇറങ്ങാമെന്നുള്ള ചിന്തയിൽ അങ്ങോട്ടേക്ക് നടന്നപ്പോഴാണ് മുൻവാതിൽ തുറന്ന് കൃഷ്ണൻ നായർ അകത്തേക്ക് കയറി വരുന്നത് ഭദ്രൻ കണ്ടത്. മാമൻ എന്താ ഈ സമയം ഇവിടെ? ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൻ കാലുകളെ അങ്ങോട്ടേക്ക് നീക്കി. അപ്പോൾ കണ്ടു, 2 കാലിലും വെച്ചുകെട്ടുമായി വിമലേച്ചിയുടെ തോളിൽ കയറ്റുകൊണ്ട് ഹാളിലേക്ക് കയറി വരുന്ന ലക്ഷ്മിയെ. അമ്മേ, എന്താ പറ്റിയേ? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. സർവവും തകർന്നവനെ പോലെ അവൻ ഓടിച്ചെന്ന് ലക്ഷ്മിയെ കയ്യിൽ താങ്ങി. ഭദ്രൻ പൊയ്ക്കോളൂ, ഞാൻ നടന്നോളാം. തികച്ചും അന്യനോട് സംസാരിക്കുന്നത് പോലെയായിരുന്നു ലക്ഷ്മിയിൽ നിന്നും അപ്പോഴുള്ള പ്രതികരണം. അവൻ്റെ കൈകളെ പുഞ്ചിരിയോറെ പറിച്ചെറിഞ്ഞുകൊണ്ട് വേദന കൊണ്ട് ആടിയാടി ഒച്ചയിഴുന്നത് പോലെ അവർ സ്വന്തം മുറിക്ക് നേരെ നടന്നു നീങ്ങി. ഉടൻ തന്നെ കൃഷ്ണൻ അങ്ങോട്ടേക്ക് ചെന്ന് അവരെ കയ്യിൽ താങ്ങിയിരുന്നു. ഭദ്രന് തൻ്റെ ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി. ആദ്യമായിട്ടാണ് അമ്മയിൽ നിന്നുള്ള ഈ അവഗണന. നെഞ്ചിൽ നിന്ന് രക്തം കിനിയുന്നുണ്ടെന്ന് അവൻ ആ സമയം തോന്നിപ്പോയി. ചങ്കിന് മുകളിൽ ഒരു വലിയ കരിങ്കല്ല് എടുത്തു വെച്ചതുപോലെയുള്ള പ്രതീതി. മാമേ, അമ്മയ്ക്കെന്താ പറ്റിയേ? മുറിയിൽ കൊണ്ടുപോയി ലക്ഷ്മിയെ കിടത്തിയിട്ട് കൃഷ്ണൻ പുറത്തേക്ക് വന്നപ്പോഴേക്കും ഭദ്രൻ അയാളോട് സംസാരിക്കുവാൻ വേണ്ടി വാതിൽക്കൽ തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇതെന്താ ഇതൊക്കെ? തറയിൽ പൊട്ടിച്ചിതറിക്കിടക്കുന്ന സാധനങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അയാൾ അവനോട് മറുചോദ്യം ചോദിച്ചു. അത് പിന്നെ എന്തുത്തരമാണ് പറയേണ്ടതെന്നറിയാതെ മാരാര് തലകുനിച്ചു. ചില്ല് കുത്തിക്കയറിയതാ. വലത്തേക്കാലിലെ മുറിവിനിത്തിരി ആഴമുണ്ട്. 2-3 കുത്തിക്കെട്ട് വേണ്ടി വന്നു. ഇന്നലെ വൈകിട്ട് വിമല എന്തോ കാര്യത്തിന് വേണ്ടി നിന്റെ അമ്മയെ വിളിച്ചപ്പോഴാ കാര്യങ്ങളൊക്കെ അറിയുന്നത് തന്നെ. നിന്റെ കാര്യം ചോദിച്ചപ്പോൾ നീ വീട്ടിലില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ലക്ഷ്മിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. രക്തം കുറേ പോയതിനാൽ ഇത്തിരി നേരം കിടത്തി ഡ്രിപ്പൊക്കെ ഇട്ടതുകൊണ്ട് വരാൻ ഇത്തിരി ലേറ്റായേ. കൃഷ്ണൻ നായർ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ വേറെ എങ്ങോട്ടേക്കോ കണ്ണുകൾ പായിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ കുറ്റബോധത്തോടെ പതിയെ തലകുനിച്ചു. അറിയാം, നീ നല്ല ഉറക്കമായിരുന്നു. ഞാൻ വിളിക്കാനായി വന്നപ്പോൾ ലക്ഷ്മിയാണ് എന്നെ തടഞ്ഞേ. അയാളുടെ വാക്കുകൾ അവനിൽ വല്ലാത്ത നൊമ്പരം പടർത്തി. അമ്മ പൂർണ്ണമായും തന്നിൽ നിന്ന് അകലുമോ എന്നൊരു ഭയം ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ മുട്ടിട്ട് തുടങ്ങിയിരുന്നു. അച്ഛാ, ഞാൻ ഇന്നിവിടെ കിടന്നോട്ടെ? രാത്രി ലക്ഷ്മിയമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും മുറിയിൽ നിന്നും വിമല പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. എങ്കിൽ നീ ഇവിടെ കിടന്നോളൂ.
ഞാൻ നാളെ വരാം. അയാൾ അതും പറഞ്ഞുകൊണ്ട് വാതിൽക്കലേക്ക് നടന്നു. എൻ്റെ കൊച്ചുമോളോടുള്ള ദേഷ്യം അവളോട് നീ തീർക്കല്ലേ ഭദ്ര. കൂടെ പിറന്നെങ്കിലും അവൾ എൻ്റെ കൂടപ്പിറപ്പ് തന്നെയാ. നിന്നെ ആരും ഇവിടെ ചതിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ പഴയ ആൾക്കാരല്ലേടോ. മക്കൾ നന്നായിട്ട് ജീവിക്കണേ എന്നൊരു സ്വാർത്ഥ താല്പര്യം വന്നുപോയി. അതൊരു കൊടും തെറ്റാണെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഇക്കാര്യം പറഞ്ഞ് നിന്നെ ആരും ഇനി ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കില്ല. മംഗലശ്ശേരി കൃഷ്ണൻ നായരുടെ വാക്കാണിത്. നടക്കുന്നതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് അവസാനമായി ഇത്രയും കൂടി കൂട്ടിച്ചേർത്തയാൾ ശേഷം വാതിലും കടന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ ഒരു നിമിഷം അയാൾ പോയ വഴിയിൽ നോക്കിക്കൊണ്ട് സ്തബ്ധനായി നിന്നുപോയി. വല്ലാത്തൊരേകാന്തത തന്നെ പൊതിയുന്നത് പോലെ ഭദ്രന് തോന്നി. ഭദ്രൂട്ട, കിടക്കുന്നതിന് മുന്നേ വാതിലൊന്ന് അടച്ചേക്കണേ. വിമലയുടെ ശബ്ദമാണ് അവനെ വീണ്ടും യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ശരി ചേച്ചി. തലയാട്ടി സമ്മതം കൊടുത്തിട്ട് അവൻ വീടിന് പുറത്തേക്കിറങ്ങി പോകുന്നത് സങ്കടത്തോടെ വിമല നോക്കി നിന്നു. അറിയാമായിരുന്നു അവൾക്ക് ഭദ്രൻ്റെ പോക്ക് അവൻ്റെ നന്ദനയുടെ അരിയിലേക്കായിരിക്കുമെന്ന്. ഹാളിൽ പൊട്ടിച്ചിട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ തൂത്ത് വൃത്തിയാക്കിയതിനു ശേഷം അവർ ഉറങ്ങുവാനായി ലക്ഷ്മിയുടെ മുറിയിലേക്ക് കയറി. രാവിലെ തുള്ളിത്തുള്ളി വരുന്നവളെ കണ്ട് നാരായണി ഒന്ന് ചിരിച്ചു കാട്ടിയെങ്കിലും പെണ്ണിൻ്റെ കണ്ണുകൾ വിമലയെ തേടി അലയുകയായിരുന്നു. അമ്മയുടെ മുത്തശ്ശി? അവൾ പ്രാതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചോദിച്ചു. അവള് ചെമ്പകശ്ശേരിയിലേക്ക് പോയി. നാരായണി ഇത്തിരി വേദനയോടെ പറഞ്ഞു. അതെന്തേ? ലക്ഷ്മിയുടെ കാലിലെന്തോ ഗ്ലാസ് കുത്തിക്കയറിയെന്ന്. അത് ഇന്നലെ കിടക്കാൻ കൂട്ടുപോയതാ അവള്. നടന്ന സംഭവങ്ങൾ ഒട്ടും പറയാൻ താല്പര്യമില്ലാത്ത രീതിയിൽ നാരായണി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അയ്യോ, എന്നിട്ട് ലക്ഷ്മിയമ്മയ്ക്ക് എന്തേലും പറ്റിയോ? കഴിപ്പ് പകുതിയിൽ നിർത്തിയിട്ട് അവൾ ആദിയോടെ ചോദിച്ചു. ഒരു കാലിൽ 3 കുത്തിക്കെട്ടുകളുണ്ടെന്നാ പറയുന്നേ. എന്തുകൊണ്ടോ തലേദിവസം രാത്രിയിൽ ചെമ്പകശ്ശേരിയിൽ നടന്ന കാര്യങ്ങൾ അവളോട് പറയുവാൻ അവരൊന്നും മടിച്ചു. അതെങ്ങനെയാ മുത്തശ്ശി ലക്ഷ്മിയമ്മയുടെ കാലിൽ ചില്ല് കുത്തിക്കയറിയേ? സംശയം അടങ്ങാതെ അവൾ വീണ്ടും ചോദിച്ചു. അറിയില്ല മോളെ, മുറ്റത്തുനിന്നെങ്ങാനും കുത്തിക്കയറിയതാവാം. അവരാ സംഭാഷണം അവസാനിപ്പിക്കുവാനായി പെട്ടെന്ന് ശ്രമിച്ചു. എങ്കിൽ ഞാനൊന്ന് പോയിട്ട് കണ്ടിട്ട് വരട്ടെ മുത്തശ്ശി. അവിടുന്ന് നേരെ കോളേജിലേക്ക് പോവുകയും ചെയ്യാമല്ലോ. അതും പറഞ്ഞുകൊണ്ട് അവൾ വേഗം വേഗം ഭക്ഷണം വാരി കഴിക്കാനായി തുടങ്ങി. മോളെ, കോളേജിൽ കൊണ്ടുവിടാൻ ഡ്രൈവർ വന്നിട്ടുണ്ട്. വേഗം കഴിച്ചിട്ട് പോകാൻ നോക്ക്. അങ്ങോട്ടേക്ക് കയറി വന്ന കൃഷ്ണൻ നിർദ്ദേശം കേട്ടപ്പോഴേക്കും തിരിച്ചൊന്നും പറയാൻ അവൾക്കായില്ല എന്നതാണ് സത്യം. പാർവതി വേഗം തന്നെ കഴിച്ചിട്ട് ബാഗുമായി ഉമ്മറത്തേക്ക് നടന്നു. മുത്തശ്ശി, ഞാൻ എന്നാ വൈകിട്ട് പോയി ലക്ഷ്മിയമ്മയെ കണ്ടോളാം. വണ്ടിയിലേക്ക് കയറിയിരുന്നു കൊണ്ട് പാർവതി അവരെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് കൈയാട്ടി കാട്ടി. വണ്ടി കൺമുൻപിൽ നിന്നും മറയുന്നത് വരെ നാരായണി അവരെയും നോക്കിക്കൊണ്ട് മുറ്റത്ത് തന്നെ നിന്നു. എന്തൊക്കെയുണ്ട് രാമേട്ട വിശേഷം? കുറേ നാളായല്ലോ കണ്ടിട്ട്. പിൻ സീറ്റിൽ ഇരുന്നു കൊണ്ട് പാർവതി വെറുതെ അയാളോട് കുശലം ചോദിച്ചു. ഇനിയിപ്പോൾ എന്നും കാണാമല്ലോ പാറൂട്ടിയെ. രാമൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ റിയർവ്യൂ മിററിലേക്ക് കൂടി നോക്കി. അതെന്താ രാമേട്ട അങ്ങനെ പറഞ്ഞേ? അവൾക്ക് വല്ലാത്ത സംശയം തോന്നി. പാറുവിനെ എന്നും കോളേജിൽ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും കൃഷ്ണൻ അദ്ദേഹം ഇന്നോട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നേ. ഒട്ടൊരു വാത്സല്യത്തോടെ അയാൾ പറഞ്ഞതും പാറു അതിശയത്തോടെ അയാളെ നോക്കിയിരുന്നു പോയി. ആണോ? അതെന്താ പെട്ടെന്ന് അങ്ങനൊരു തീരുമാനം? സന്തോഷം സഹിക്കാൻ വയ്യാതെ അവൾ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. അറിയില്ല മോളെ, ഇന്നലെ വൈകിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത്. കാര്യമെന്താണെന്ന് അറിയില്ല. അയാൾ അതും പറഞ്ഞുകൊണ്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു. അതേസമയം പാറുവിന് കാറിനുള്ളിൽ കിടന്ന് തുള്ളിക്കളിക്കാൻ തോന്നിപ്പോയി. ഇനി ആ കാലൻ്റെ കൂടെ പോവേണ്ടല്ലോ ഭഗവാനെ. അവൾ വിസിലടിച്ചുകൊണ്ട് വിൻഡോയിൽ കൂടി റോഡിലേക്ക് നോക്കിയതും കണ്ടു ഭദ്രന്മാരുടെ കാർ തങ്ങളെയും കടന്ന് കോളേജിൻ്റെ ഗേറ്റിനുള്ളിലേക്ക് കയറിപ്പോകുന്നത്. അത്രയും നേരം ആലോചിക്കാതിരുന്ന കുറേ ചോദ്യങ്ങൾ ഉടൻ തന്നെ അവളിൽ തലപൊക്കി. എന്തുകൊണ്ടായിരിക്കും അയാൾ എന്നെ കാറ് കയറ്റിക്കൊണ്ട് വരാതിരുന്നേ? ഇന്നലെ വൈകിട്ട് വരെ ഇല്ലാതിരുന്ന പുതിയ പുതിയ നിയമങ്ങൾ മുത്തശ്ശൻ എന്തിനു വേണ്ടിയായിരിക്കും ഇന്ന് തൊട്ട് പാസ്സാക്കിയത്? എന്തിനായിരിക്കും ഇന്നലെ അയാളെ കാണാൻ മാരാരി പോയത്? അയാളെ കണ്ടു കഴിഞ്ഞതിന് ശേഷമല്ലേ
തന്നോട് ഇന്നലെ ട്യൂഷന് പോകണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞതും. അപ്പോൾ തുടരും കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ.